നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ അതിരൂക്ഷമായി വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. കേന്ദ്രം കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലുള്ളത് ചില മതവിഭാഗങ്ങൾക്ക് നേരത്തെ MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. അതില് മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കിവിടാനാണല്ലോ നോക്കുന്നത്. അവര് അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ്. അതിന്റെ ഭാഗമായി നിങ്ങളെ സഹിക്കാനാകില്ല എന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ്. അതിന് മതവികാരമിളക്കി പരിഹാരം കാണാമെന്ന് വിചാരിക്കേണ്ട. ഇവിടെ മതത്തിനെന്തോ ദോഷം സംഭവിക്കുന്നു പോലും. ഞങ്ങൾക്ക് അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും, എല്ലാ മതസ്ഥർക്കും, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും, ഈ മണ്ണിൽ ജീവിക്കുന്ന സകലമാന പേർക്കും ഒരേപോലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അല്ല എന്ന് ഏതെങ്കിലും ഉദാഹരണം എടുത്ത് പറയാൻ പറ്റുമോ? സ്കൂളിന്റെ അഭിവൃദ്ധി ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയല്ലേ, പാവപ്പെട്ടവരെയല്ലേ. പൊതുവിദ്യാലയങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ചിന്തിക്കുന്ന നാടിന്റെ നല്ലൊരു ഭാഗം ജനങ്ങളല്ലേ. അവരെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ജാതി വിഭാഗങ്ങളിലും പെട്ടവരായിരിക്കുമല്ലോ. അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുകയല്ലേ. ഇതിൻ്റെതായ ആനുകൂല്യം ഒരു ഭേദചിന്തയുമില്ലാതെ അവരെല്ലാം പറ്റുകയല്ലേ. നമ്മുടെ ആരോഗ്യരംഗം 2016 ആരോഗ്യരംഗം ഒന്ന് ആലോചിച്ചു നോക്കി. എന്തൊരു ഗതികേടായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗം പ്രശസ്തമായിരുന്നല്ലോ. അതല്ലേ തകർത്ത് കളഞ്ഞിരുന്നത്. ആ തകർന്നെടുത്തുനിന്ന് ഇനി ഉയർന്നു വരുമോ എന്ന ആശങ്കയിലായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നത്. എന്തായി? കേരളം ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തെ സമ്പൂർണമായി കരുത്തുറ്റതാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോ ചിലര് എന്താ വന്ന മാറ്റം, ചിലർ എന്തെല്ലാം പറയുന്നത്. ഒരു തവണ ഒരു ഇവിടെയുള്ളല്ല, തൃശ്ശൂരുള്ള ഒരു വലിയ ധനികൻ എന്ന് പറയാ, വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഒരു സംഭാഷണം നടത്തുമ്പോ എന്നോട് പറയാണ്, എന്താണ് നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റം? ഞാനൊക്കെ അവിടെ പോകാനിപ്പം മടിക്കുന്നത്. എന്താ ഇയാളിങ്ങനെ ലുബ്ധരായി പോയല്ലോ എന്ന് ആള് പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചികിത്സയല്ലേ എല്ലാവരുടെയും ലഭിക്കുന്നത്. ഇതല്ലേ ധനികരായ ആളുകളൊക്കെ ചിന്തിക്കുന്നത്? പാവപ്പെട്ടവരുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഇപ്പോ. നേരത്തെ
ധർമാശുപത്രി എന്നാണല്ലോ സർക്കാർ ആശുപത്രിയെ പറ്റി പറഞ്ഞിരുന്നത്. പാവപ്പെട്ടവർ മാത്രം പോകുന്നത്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം വരെ അത് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ വലിയ വില പിടിച്ച കാറുകളിൽ അവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ കാണുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ കേരളം കഴിഞ്ഞ 10 വർഷം നേടിയ വികസന നേട്ടങ്ങളും വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, അങ്ങനെ കഴിഞ്ഞ 10 വർഷം കേരളം കൈവരിച്ച നേട്ടങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായി വിമർശിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.